ഇപ്പോൾ നമുക്കൊപ്പം റാന്നി MLA പ്രമോദ് നാരായൺ കൂടി ചേരുന്നുണ്ട്. ശ്രീ പ്രമോദ് നാരായൺ, വെരി ഗുഡ് മോർണിംഗ് പ്രമോദ് നാരായൺ. നിർഭാഗ്യകരമായ സംഭവമാണ് അവിടെ ഉണ്ടായത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരം ശ്രീ പ്രമോദ്? ഡോക്ടർ അരുൺകുമാർ, എനിക്കിത് ആദ്യം വാഹനാപകടം എന്ന വിവരമായിരുന്നു ഇന്നലെ രാത്രിയിൽ ലഭിച്ചത്. അതിനുശേഷം ഈ അപകടത്തിൽ മരിച്ച ആളിന്റെ പിതാവ് MLA എന്ന തരത്തിൽ ഈ സംഭവത്തിൽ ഒരു പോലീസിന്റെ ഭാഗത്ത് അദ്ദേഹം ഒരു പരാതി MLA നേരിട്ട് പരാതി എഴുതിയല്ല, പക്ഷെ പരാതി പറഞ്ഞു. തുടർന്ന് പോലീസുമായി സംസാരിച്ചപ്പോഴാണ് പോലീസിന് സംശയങ്ങളുണ്ടെന്നും ഈ കൃത്യമായ സൂചനകൾ, കൊലപാതകം എന്നുള്ള കൃത്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചു എന്നും മനസ്സിലാകുന്നത്. അവിടെ ഒരു സംഘർഷം മദ്യപിച്ച് തുടർന്ന് തമ്മിലൊരു സംഘർഷം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സംഘർഷത്തെ പെട്ടെന്നുണ്ടായ വൈകാരികമായ ഒരു കാര്യമാണോ അതോ മുമ്പുള്ള ഏതെങ്കിലും പകയുടെ ഭാഗമാണോ എന്നുള്ളത് പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. വളരെ ഇപ്പൊ വാഹനത്തെ സംബന്ധിച്ചും ഈ അപകടം ആളിന്റെ ദേഹത്തോടെ കയറ്റിയ വാഹനം അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തു. പ്രതികളെ സംബന്ധിച്ചുമെല്ലാം പോലീസ് വളരെ കൃത്യമായി സമയബന്ധിതമായി ഇടപെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ടവരും ഈ തർക്കമുണ്ടായവരും അവര് കൊട്ടേഷൻ സംഘാംഗങ്ങളൊന്നും അല്ലല്ലോ, മദ്യലഹരിയിൽ ചെയ്തിരിക്കാനല്ലേ സാധ്യത? നമുക്ക് റാന്നിയിൽ അങ്ങനെയുള്ള അങ്ങേക്കും അറിയാമല്ലോ, റാന്നി ഒരു വളരെ സമാധാന പ്രദേശമാണ്. അങ്ങനെയുള്ള യാതൊരുവിധ ക്രിമിനൽ ആക്ടിവിറ്റീസും കൊണ്ടൊരു സ്ഥലമല്ല. ജനങ്ങളാണെങ്കിലും അങ്ങനെയുള്ളവരാണ്. എന്റെ ഒരു MLA എന്ന അനുഭവത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ആളുടെ ഭീഷണിപ്പെടുന്ന സംഭവങ്ങളോ റാന്നി ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ വളരെ ഗൗരവത്തോടെ പോലീസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ കർശനമായ ഇടപെടൽ പോലീസിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഓക്കെ, താങ്ക് യു ശ്രീ പ്രമോദ് നാരായൺ. ശ്രീ പ്രമോദ് നാരായണനാണ് ചേർന്നത്. പ്രമോദ് നാരായണൻ കിട്ടിയിരിക്കുന്ന വിവരം കൊലപാതകം എന്നാണ്. ഇപ്പോൾ അല്ലമീൻ നമുക്കൊപ്പം ഉണ്ട്. അല്ലമീൻ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആശുപത്രിയിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിനെ കോഴഞ്ചേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അല്ലമീൻ, MLA പറയുന്നത് കൊലപാതകമെന്ന സൂചന കിട്ടിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇത് മനഃപൂർവ്വം ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു സംശയം പോലീസിനുണ്ട്. ഇവർ മദ്യലഹരിയിലാണ്. കെട്ടുവിട്ടിട്ട് ചോദിക്കാമെന്ന് കരുതിയാൽ കെട്ടുവിടുന്നുമില്ല, അല്ലേ അല്ലമീൻ? അത്തരമൊരു സ്ഥിതിവിശേഷമാണ് അരുൺകുമാർ ഉള്ളത്. കാരണം കൃത്യമായ വിവരം ഇവരിൽ നിന്ന് പോലീസിന് ലഭ്യമായിട്ടില്ല. അത് ഇനി ഇടിച്ച് വീഴ്ത്തിയ പ്രതികളെ കിട്ടിയാൽ മാത്രമേ അത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. ആ 3 പേരും ഇപ്പോഴും ഒളിവിൽ പോയിരിക്കുകയാണ്. അമ്പാടിയുടെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ, കുടുംബക്കാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അമ്പാടിക്ക് 24 വയസ്സ്. നേരത്തെ 2 സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്ന പ്രകാരം 2000 ഡേറ്റ് ഓഫ് ബർത്ത്. 24 വയസ്സാണ് അമ്പാടിക്ക്. വിവാഹം കഴിഞ്ഞ ആളാണ്. ഒരു കുഞ്ഞുമുണ്ട്. പോലീസ് പറയുന്നത് ഇതിൽ വ്യക്തത ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കസ്റ്റഡിയിലുള്ള ആളുകൾ കൃത്യമായി കാര്യങ്ങൾ പറയണം. പക്ഷേ അങ്ങനെ കൃത്യമായി കാര്യങ്ങൾ പറയാൻ തക്ക വിധത്തിലൊരു സുബോധം അവർക്ക് വീണ്ടെടുക്കാനായില്ല. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇനി ഇതിൽ വ്യക്തത വേണമെങ്കിൽ ഈ വാഹനം ഇടിച്ചു വീഴ്ത്തിയ 3 പേരെയും കസ്റ്റഡിയിൽ കിട്ടേണ്ടതുണ്ട്. അവർ പക്ഷേ ഒളിവിലാണ്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സംഘർഷമുണ്ടായി, തർക്കമുണ്ടായി, ഏറ്റുമുട്ടലുണ്ടായി, പ്രതികാരം ചെയ്യുന്നതിന് പലയിടങ്ങളിൽ ഒത്തുകൂടുമെന്ന് വെല്ലുവിളി മുടക്കുകയൊക്കെ ചെയ്ത് അതൊക്കെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകമാണോ, ഈ പ്രകോപനമുണ്ടായി പ്രതികാരം ചെയ്യാനും മറ്റും വെല്ലുവിളികളൊക്കെ ഉയർത്തി 2 ഭാഗത്ത് നിന്നപ്പോൾ അതിൻ്റെ ഭാഗത്ത് വണ്ടി ഓടിച്ചു പോയപ്പോൾ കൈവിട്ടു പോയ കളിയായി മാറിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളും അത് പോലീസ് അങ്ങനെ സ്ഥിരീകരിക്കുന്നതാണ്. പക്ഷേ ഒരു സംശയം അക്കാര്യത്തിലും പോലീസിനുണ്ട്. അതിലൊക്കെ ഒരു വ്യക്തത പോലീസിന് ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് പോലീസ് ഉള്ളത്. റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ മൃതദേഹമുള്ളത്. കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോകും. അച്ഛനുൾപ്പെടെയുള്ള കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്. അപ്പോൾ ഒരു ഗുണ്ടാ കൊട്ടേഷൻ പ്രവർത്തനമായി നമുക്കതിനെ വിലയിരുത്താനാകില്ല. പോലീസ് ഇല്ലായിരുന്നുവെന്നും ഉണ്ടായിരുന്നുവെന്നും 2 അഭിപ്രായം കേൾക്കുന്നുണ്ട് അല്ലേ? അതിലും ഒരു സംശയമുണ്ടായിരുന്നു കുമാർ. ഇപ്പോൾ നമ്മൾ DYSPയോട് ചോദിച്ചപ്പോൾ അതിലും DYSPക്ക് ഉൾപ്പെടെ ഒരു വ്യക്തത വന്നിട്ടില്ല. കാര്യങ്ങളിൽ ഉൾപ്പെടെ അങ്ങനെ പല കാര്യങ്ങളിലും ഒരു വ്യക്തത പോലീസിന് മുന്നിൽ ലഭിക്കേണ്ടിയിരിക്കുന്നു. പല വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ നിലവിൽ ആ കസ്റ്റഡിയിലുള്ള ആളുകളാണ് അതിലൊരു വ്യക്തത വരുത്തേണ്ടത്. പക്ഷേ അവരിൽ നിന്ന് ഒരു സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു സുബോധം വീണ്ടെടുക്കാൻ അവർക്കായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. രാവിലെ നമ്മൾ വിളിക്കുമ്പോഴും അവരെന്തൊക്കെ പറയുന്നു എന്ന് മാത്രമല്ല, ഈ സംഘർഷ സമയത്ത് ഉണ്ടായിരുന്നവരാണോ വണ്ടി ഇടിച്ചത് എന്നുള്ള കാര്യത്തിൽ അവർക്ക് വലിയ ബോധ്യമില്ല. പക്ഷേ ആ വണ്ടി ഇടിച്ച ആളുകൾ തങ്ങളുടെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കളാണ് നമ്മൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നായപ്പോൾ അത് മറ്റു രീതിയിൽ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ ചുരുളറിയണമെങ്കിൽ ഈ ഇടിച്ചു വീഴ്ത്തിയ 3 പേരെയും കസ്റ്റഡിയിൽ കിട്ടേണ്ടതുണ്ട്. അവരിൽ നിന്ന് വിവരം അറിയേണ്ടതുണ്ട്. ഈ ഇടിച്ചു വീഴ്ത്തിയ ആളുകളും വാഹനം ഓടിച്ചത് മദ്യപിച്ചാണോ വാഹനം ഓടിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത ലഭിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് പറയുന്നത് ഈ ബോധപൂർവമെന്ന്
ഇടിച്ചിട്ടതാണെങ്കിൽ സ്വാഭാവികമായും ആ വാഹനം തടഞ്ഞു നിർത്തി അമ്പാടിക്കൊപ്പമുള്ളവർ പിന്തുടർന്ന് മർദ്ദിക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയത്. പക്ഷേ അങ്ങനെ ഒരു സംഘർഷം ആ സമയത്ത് ഈ വാഹനം ഇടിച്ചു വീഴ്ത്തുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല എന്നും പോലീസ് പറയുന്നത്. അതൊക്കെ കൊണ്ടാണ് ഒരു സംശയം അവർ പറയുന്നത്. അങ്ങനെ ഒരു കൈവിട്ട് പോയതാണോ എന്നുള്ള തരത്തിലുള്ള സംശയം കൂടി അവർ പ്രകടിപ്പിക്കുന്നത്. ഏതായാലും വാഹനം ഇടിച്ചു കൊന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. അത് ഏത് തരത്തിൽ കൈയബദ്ധം പറ്റിയതാണോ ഇനി അതല്ല ബോധപൂർവം ഉറപ്പിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണോ മനഃപൂർവ്വമുള്ള നരഹത്യയാണോ എന്നുള്ളതാണ് പോലീസിന് മുന്നിലെ ചോദ്യം. അതിൽ എന്തായാലും ഈ ഇടിച്ചവരെ കണ്ടെത്തേണ്ടതുണ്ട്. ഇടിച്ചവർക്കൊപ്പം മദ്യം കഴിച്ച് യാത്ര ചെയ്ത ആളുകളോട് ചോദിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അവർ പലതും മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവർ നല്ല മദ്യലഹരിയിലാണ് താനും, ഇപ്പോഴും കെട്ടുവിട്ടിട്ടില്ല. ഇന്ന് പകലായിട്ടും കാര്യങ്ങൾക്ക് വ്യക്തത വന്നിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അല്ലമീനാണ് റാന്നിയിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകിയത്.